യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 43 ഭാഗം. യോഹന്നാൻ 1:43. പിറ്റന്നാൾ യേശു ഗലീലായിലേക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ട് എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സയിദയിൽ നിന്ന് ഉള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ട് അവനോട്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരനാകുന്നു എന്ന് പറഞ്ഞു. നഥാനിയേൽ അവനോട്, നസറേത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്ന് ചോദിച്ചു. ഫിലിപ്പോസ് അവനോട്, വന്നു കാണുക എന്ന് പറഞ്ഞു. നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് കണ്ട്, ഇതാ സാക്ഷാൽ ഇസ്രായേല്യൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. നഥനയേൽ അവനോട്, എന്നെ എവിടെ വെച്ച് നീ അറിയും എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് എന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടുവെന്ന് ഉത്തരം പറഞ്ഞു. നഥനയേൽ അവനോട്, റബി, നീ ദൈവപുത്രനാകുന്നു, നീ ഇസ്രായേലിന്റെ രാജാവ് തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടുവെന്ന് നിന്നോട് പറഞ്ഞതിനാൽ നീ വിശ്വസിക്കുന്നു. ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ കാണുമെന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കിലേക്ക് ദൈവദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും നിങ്ങൾ കാണുന്നു അരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. നമ്മളെല്ലാവരെയും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും പരിപാലിക്കുകയും വഴിനടത്തുകയും അനുഗ്രഹിക്കുകയും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്ന നല്ലവനായ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനാൽ സേവിക്കപ്പെട്ടത് അനുഗ്രഹകരമായ 11 നോയമ്പിന്റെ ദിനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. 13 അപ്പോസ്തലന്മാരെയും ഓരോ ദിവസം നമ്മൾ അവരിൽ നിന്ന് അവരുടെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് അവരെ പോലെ കർത്താവിനെ അനുഗമിച്ച് കർത്താവ് എത്തിയെടുത്ത് നമ്മൾ എത്തിച്ചേരുവാൻ, കർത്താവ് ആയിരിക്കുന്നിടത്ത് നമ്മൾ ആയിരിക്കാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഈ കാലഘട്ടത്തിൽ നോക്കിയിട്ട് എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. 12 അപ്പോസ്തലന്മാരെ നമ്മൾ ഓർത്ത ക്രമം 12-ാമത്തേത് തൊട്ട് പുറകോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നോമ്പ് കഴിഞ്ഞപ്പോൾ എത്രാമത്തെ ദിവസമാണ്? 6-ാം ദിവസത്തിൽ പറയുന്ന 6-ാമതായിട്ട് പുറകോട്ട് എണ്ണുകയാണെങ്കിൽ 6-ാമത് ആരാ? നിങ്ങൾ ശ്രദ്ധിച്ചു? നമ്മളെ യൂദാസ്കറിയാത്തായെയും മത്യാസിനെ ഓർത്തു, അത് കഴിഞ്ഞ് ശീമോനെ ഓർത്തു, യൂദാസ് ശ്ലീഹായെ ഓർത്തു, മത്തായി, തോമസ്, അൽഫായുടെ മകൻ യാക്കോബ്, ഇവരെയൊക്കെയും നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഓർക്കുകയായിരുന്നു. 6-ാമത്തെ ദിവസമായി ഇന്ന് നമ്മൾ ബർത്തലോമായി എന്ന് പറയുന്ന ശ്ലീഹായെ ഓർക്കുകയാണ്. അത് ലൂക്കോസിന് സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ആദ്യത്തെ 6 പേരുകൾ 6-ാമത്തെ ആള്, അവസാനത്ത് നിന്ന് പുറകോട്ട് എണ്ണിയാലും 6-ാമത് നിൽക്കുന്നത് ബർത്തലോമായി. ബർത്തലോമായിക്ക് വേറൊരു പേരുണ്ട്. അതെന്താണെന്ന് നമുക്കറിയാം. ബർത്തലോമായിക്ക് വേറൊരു പേരുണ്ട്. യോഹന്നാൻ സ്ലീഹ ബർത്തലോമായിയെ വിളിക്കുന്നത് വേറൊരു പേരിലാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കർത്താവിന്റെ അടുത്തേക്ക് ശിഷ്യന്മാർ ഓരോരുത്തരായി വരുന്ന രംഗങ്ങളാണ് യോഹന്നാൻ അവതരിപ്പിക്കുന്നത്. കർത്താവ് രാത്രി മുഴുവനും പ്രാർത്ഥിച്ച് ശിഷ്യന്മാരെ പേര് ചൊല്ലി വിളിച്ചു കൂടെ ഇരുത്തിയ കാര്യം മർക്കോസിന്റെ സുവിശേഷത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ യോഹന്നാൻ ഈ ശിഷ്യന്മാരെ അവതരിപ്പിക്കുന്ന മറ്റൊരു തരത്തിലാണ്. എല്ലാവരും ഒരുമിച്ച് വിളിച്ചു കൂട്ടിയ നല്ല യോഹന്നാൻ പറയുന്നത് ഓരോരുത്തരെയും 2 പേരെയൊക്കെ ആയിട്ട് ഓരോ സമയത്തിലാണ് അവർ വന്നു ചേരുന്നതായിട്ട് കാണുന്നത്. ഇതെല്ലാം കർത്താവിന്റെ ശിഷ്യന്മാരുടെ ജീവിതത്തിന്റെ ചരിത്രത്തിന്റെ ഓരോ ഭാഗങ്ങളാണ്. എല്ലാവരും എല്ലാം എഴുതിയിട്ടില്ല. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ഓരോ പ്രത്യേക ഉദ്ദേശത്തോടെ അവതരിപ്പിക്കുക. കർത്താവിന്റെ മാറിച്ചാരിയ യോഹന്നാൻ കർത്താവിന്റെ കൂടെ ഇരുന്ന് പഠിച്ച് പെന്തിക്കോസ് കഴിഞ്ഞ് പിന്നെയും അനേക വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് എഴുതുന്നത്. പെന്തിക്കോസ് AD 30-ലാണെങ്കിൽ ഒരു 60 കൊല്ലമെങ്കിലും കഴിഞ്ഞാണ് ഇത് എഴുതുന്നത്. അങ്ങനെ അനേക വർഷങ്ങൾക്ക് ശേഷം വൃദ്ധനായിട്ട് മറന്നുപോകാതെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ച് എഴുതിപ്പിച്ചതാണ് ഈ സുവിശേഷവും ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകമില്ല. അപ്പോൾ യോഹന്നാൻ എഴുതുന്ന ഈ എഴുത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠം, നമ്മളെല്ലാവരും ഒരുമിച്ച് വിളിക്കപ്പെട്ടവരാണെങ്കിലും നമ്മുടെ ആത്മാക്കൾ ഒരുമിച്ച് സൃഷ്ടിക്കപ്പെട്ട പുത്രന്റെ കയ്യിലായിരുന്നെങ്കിലും നമുക്ക് യേശുവിനെ തിരിച്ചറിയുന്നത് ഒരുപോലെയല്ല.
യേശുവിനെ തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ അടുത്ത് നമ്മൾ വാസ്തവത്തിൽ എത്തിച്ചേരുന്നത്, നമ്മുടെ ശരീരം എത്തിച്ചേരുന്നത് മറ്റു പല സമയത്തായിരിക്കും. ആത്മാവ് ഈ കർത്താവിൻ്റെ അകത്തുണ്ട്. ലോകാരംഭത്തിലെ സൃഷ്ടിക്കപ്പെടുന്ന നമ്മുടെ ആത്മാക്കളെ പുത്രന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആത്മാവിന് വസിക്കേണ്ട ദേഹിയും ശരീരവും കർത്താവിനെ കിട്ടുന്നത് പല സമയത്ത് പല വിധത്തിലായിരിക്കും. ദേഹവും ദേഹി ആത്മാവും കർത്താവിൻ്റെ അടുത്ത് നിങ്ങളെ നമുക്ക് രക്ഷപൂർത്തിയായി എന്ന് പറയാനൊക്കെ. രക്ഷകനായ യേശുവിൻ്റെ അടുത്ത് ആത്മാവും ദേഹിയും ദേഹവും മുഴുവനായിട്ട് എത്തിച്ചേരണം. മുഴുവനായിട്ട് അവൻ്റെ ഉള്ളിലായാലേ രക്ഷ പൂർണ്ണമാകുള്ളൂ. അതുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി ഭയത്തോടും മുറയിലോടും പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിരിക്കും. അതുകൊണ്ട് രക്ഷയുടെ ശരീരത്തിൻ്റെ രക്ഷ ഇപ്പോൾ വന്നിട്ടില്ല. അത് ഉയർത്തെഴുന്നേറ്റുമ്പോഴേ നമ്മുടെ ശരീരം രക്ഷപ്പെടുന്നുള്ളൂ. അതുവരെ വീഴ്ചയോടെ വേദനയോടെ പ്രാണരക്ഷയ്ക്ക് വേണ്ടി ഉള്ള വേദനകളും സങ്കടവും എല്ലാം ശരീരം വഹിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാണൻ യേശുവിൻ്റെ അടുത്ത് എത്താനുള്ള ബന്ധപ്പാടിലാണ്. ഈ പശ്ചാത്തലത്തിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ യേശുവിൻ്റെ അടുത്ത് ആദ്യം വന്നവർ, അവർ പറഞ്ഞതനുസരിച്ച് പിന്നെ വന്നവർ, അവരോട് കർത്താവ് ഇടപെട്ടതൊക്കെ വിശദമായിട്ട് യോഹന്നാൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. യോഹന്നാന് മാത്രമാണ് ആ കാര്യങ്ങൾ കർത്താവിൽ നിന്ന് പഠിക്കാൻ സാധിച്ചത്. അത് വിശദീകരിച്ച് നമ്മളും പഠിക്കുന്നത് നല്ലതാണ്. നമുക്കും അതുപോലെ നമ്മുടെ ശരീരം ഇപ്പോൾ ദൈവസന്നിധിയിൽ വന്നിരിപ്പുണ്ടെങ്കിലും നമ്മുടെ ആത്മാവ് കർത്താവിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും നമ്മുടെ പ്രാണൻ അല്ലെങ്കിൽ ബോധവിചാരഹൃദയമുണ്ടെങ്കിലും പൂർണ്ണമായി യേശുവിൻ്റെ അടുത്ത് എത്തണമെന്നില്ല. എത്തേണ്ടത് ആവശ്യമാണ്. പക്ഷെ എത്താതെ അത് എവിടെയെങ്കിലുമൊക്കെ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ പ്രാണൻ പാതാളത്തിലോ ഭൂമിയിലെവിടെയോ ചില ഭൂതങ്ങളുടെ ഉള്ളിലോ ഒക്കെ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട്. അവിടെ നിന്ന് അതിനെ പൂർണ്ണമായി വിടുവിച്ച് യേശുവിൻ്റെ അടുത്ത് എതെങ്കിലേ നമ്മൾ കർത്താവിന് ശിഷ്യരായി എന്ന് പറയാനൊക്കെ ഉള്ളൂ. നമ്മളെ ശിഷ്യരാക്കാനുള്ള ബന്ധപ്പാട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്രത്തോളം ആയി എന്ന് ഈ നോമ്പിൻ്റെ 6-ാം ദിവസത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ബർത്തലോമായ സ്ലീഹ നമുക്ക് ആ കാര്യം പറഞ്ഞു തരും. ബർത്തലോമായെ യോഹന്നാൻ നഥാനിയേലായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതെവിടെയാണ്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 43 മുതലായിട്ട് വായിക്കുക. പിറ്റേന്നാൾ യേശു ഗലീലയിലേക്ക് പുറപ്പെടുമ്പോൾ അവൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഫിലിപ്പോസിനെ ഒറ്റയ്ക്കാണ് അനുഗമിക്കാൻ പറഞ്ഞു. യേശു നമ്മളെ ഇതുപോലെ എവിടെ വെച്ചിട്ടും കണ്ടെന്ന് അനുഗമിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ വ്യക്തിപരമായ കർത്താവ് നിങ്ങൾ എപ്പോഴേലും സന്ദർശിച്ചിട്ട് നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ആദ്യം എന്നെ കൂടെ ഒന്ന് വിളിക്കണേന്ന് പറഞ്ഞു. ആത്മാവിൽ വിളിച്ചതിന് നന്ദി. ശരീരത്തെ വിളിച്ച് ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തെ വിളിച്ചിട്ടുണ്ട്. ഹൃദയം വേറെ എവിടെയൊക്കെയോ ചുറ്റിക്കിടക്കാൻ കറങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ ദേഹവും ദേഹി ആത്മാവും മുഴുവനായി യേശുവിൻ്റെ അടുത്ത് എത്തിയാലേ നമുക്ക് സ്വസ്ഥതയുണ്ടാവും. ഒരറ്റ എവിടെയെങ്കിലും കടന്നാൽ അസ്വസ്ഥരായിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം ഇപ്പോൾ നമ്മുടെ പരാജയങ്ങളിലോ നമ്മുടെ ബലഹീനതകളിലോ സാധിക്കാതെ പോയ ആഗ്രഹങ്ങളിലോ മറ്റുള്ളവരുടെ വെറുപ്പിലോ മറ്റുള്ളവരെ നമ്മളെ വിഷമിപ്പിച്ചതിലൊക്കെ നമ്മൾ കുടുങ്ങിക്കിടക്കാം. പക്ഷേ രക്ഷകനായ യേശുവിൻ്റെ വകയാണ് നമ്മുടെ പ്രാണൻ മുഴുവനും. ആ പ്രാണൻ മുഴുവൻ യേശുവിനോട് പറ്റിച്ചേർന്നിരിക്കേണ്ടതാണ്. നമ്മുടെ ഓരോ ദിവസത്തെയും പ്രാണൻ യേശുവിനോട് പറ്റിച്ചേർന്നാലേ യേശുവിനും സ്വസ്ഥതയുള്ളൂ, നമുക്കും സ്വസ്ഥതയുള്ളൂ. അപ്പോൾ നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, നമ്മുടെ പ്രാണൻ എവിടെയെല്ലാം ഒഴുകിപ്പോയിരിക്കുന്നു, എവിടെയെല്ലാം പറ്റിയിരിക്കുന്നു, യേശുവില്ലാതെ എവിടെയെല്ലാം കുടുങ്ങിക്കിടക്കുന്നു, അവിടുന്ന് തിരികെ വന്നെങ്കിൽ മാത്രം യേശുവിനെ ശരിക്കും അനുഗമിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഫിലിപ്പോസിനെ വിളിച്ച കർത്താവ് ഇവിടെ എത്തി ഫിലിപ്പോസിനോടൊപ്പം നമ്മളെ അനുഗമിക്കാൻ വിളിക്കുന്നുണ്ട്. ഇനി ഫിലിപ്പോസ് വേറെ ആളോട് എന്ന് പറഞ്ഞ് യേശുവിനെ കൂട്ടിക്കൊണ്ടുവരുന്ന രംഗമാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് മുമ്പ് യേശുവിനെ നമുക്ക് തരുന്ന സാക്ഷ്യങ്ങളും പ്രബോധനങ്ങളും അവരുടെ വേലകളും യേശുവിൻ്റെ അടുത്ത് എത്താൻ സഹായകരമാണ്. അതുകൊണ്ടാണ് ഇന്ന് ശ്രീഹാ നോമ്പ് വെച്ചിരിക്കുന്നത്. 44-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ 1-ാം അധ്യായം 44 ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സയിദായിൽ നിന്ന് ഉള്ളവരായിരുന്നു. ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ടു. അപ്പം യേശുവിനെ കണ്ടതിന് ശേഷം, യേശുവിൻ്റെ വിളി കേട്ടതിന് ശേഷം നമ്മൾ വേറെ ആരെങ്കിലും യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? ഫിലിപ്പോസിനെ പോലെ. ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ടപ്പോൾ പറഞ്ഞത്, ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ, മോശയുടെ പഴയ നിയമങ്ങൾ ഒത്തിരി വായിച്ചതല്ലേ, പക്ഷെ അവനെ നമ്മൾ കണ്ടെത്തിയോ? ആ പ്രശ്നവും പരിഹരിക്കണം. അപ്പൊ അതുകൊണ്ട് മോശയും പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും സുവിശേഷകരും എല്ലാം എഴുതിയിരിക്കുന്നവരെ നമ്മൾ വ്യക്തിപരമായി കണ്ടെത്തണം. അതിനാണ് ഈ 13 നോയമ്പ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മുമ്പ് യേശുവിനെ കണ്ടെത്തിയവരാണ് ഇവരൊക്കെ. അവർ നമ്മളോട് വ്യക്തിപരമായി എന്ന് പറയുകയാണ്, ഞങ്ങൾ യേശുവിനെ കണ്ടു, ഞങ്ങൾ യേശുവിന് ശിഷ്യരായി തീർന്നു, ഞങ്ങൾക്കതുകൊണ്ട് വലിയ ആശ്വാസം കിട്ടി, വലിയ സന്തോഷം കിട്ടി, വലിയ രക്ഷയുടെ അനുഭവം കിട്ടി, നിങ്ങൾക്കും അവനെ വേണമെങ്കിൽ കാണാം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ്. അപ്പം അങ്ങനെ ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ട് പറഞ്ഞത്,
ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ആ കണ്ടെത്തൽ വ്യക്തമാക്കുകയാണ്, അവൻ യോസേപ്പിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരനാകുന്നു എന്ന് പറഞ്ഞു. അവർക്ക് യോസേപ്പിനെ അറിയാം, യോസേപ്പിന്റെ പുത്രനെ അറിയാം, നസറേത്തും ഒക്കെ അറിയാം. ആ യേശുവിനെ ന്യായപ്രമാണം മോശയും പ്രവാചകന്മാർ എഴുതിയ ആളാണെന്ന് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. വ്യത്യാസം മനസ്സിലായി. യേശുവിനെ ആ നാട്ടുകാർക്കൊക്കെ അറിയാം, ഒരു നല്ലൊരു ആശാരി, നല്ലൊരു മരപ്പണിക്കാരനാ, മിടുക്കനാ. പ്രത്യേകിച്ച് നഖം പണിയാൻ വളരെ മിടുക്കനാണ്, വളരെ സുപ്രസിദ്ധനായിരുന്നു. അതുകൊണ്ട് യേശുവിനെ എല്ലാവരുടെയും വീട്ടിൽ വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു. പ്രായപൂർത്തിയായിരിക്കുന്ന കാളെ ഉഴാനായിട്ട് നഖം അതിന് ഓർഡർ കൊടുക്കാൻ വേണ്ടി കർത്താവിനെ വിളിച്ച് കർത്താവ് പോയി വളവെടുക്കും. ഏത് കാളയുടെ കഴുത്തേലാണോ നഖം വെക്കേണ്ടത് ആ കാളയുടെ അത് വരച്ചെടുക്കും. അതിനെവിടെയെല്ലാം വളവും തിരുമുഴയൊക്കെ ഉണ്ട്. അതിലോട്ട് നല്ല സ്മൂത്തായിട്ടായിരിക്കും കൊണ്ട് വെക്കുന്നത്. അപ്പോൾ നല്ല സുഖമായിരിക്കും. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് എന്ന് പറഞ്ഞു കർത്താവ് ചുമ്മാ പറഞ്ഞതല്ല. ഒത്തിരി നഖം കൊണ്ട് പണിയിപ്പിക്കാൻ വന്നൊരു ഇതിനകത്തിരിപ്പുണ്ടായിരുന്നു. അയ്യോ, അവന് കാളയ്ക്ക് മാത്രമല്ല നഖം, ഞങ്ങൾക്കും നഖം പണിയുമോ? അതിന് പുതിയ അറിവായിരുന്നു. അപ്പോൾ കാളയ്ക്ക് മാത്രമല്ല നഖം വേണ്ടത്, നമുക്കും വേണം, ശിഷ്യന്മാർക്കും വേണം. നമുക്ക് ആ നഖമില്ലാത്തതുകൊണ്ടാണ് ഒറ്റയ്ക്ക് ഭാരം ചുമന്നും കഴുത്തൊക്കെ പൊട്ടിയിരിക്കുക. ഈ നഖം ശരിയല്ലെങ്കിൽ കഴുത്തെല്ലാം മീരി വെച്ച് പൊറുങ്ങിച്ചിരിക്കും. അപ്പം ഇന്ന് നമുക്ക് ഒത്തിരി ഭാരങ്ങളുണ്ട്. ഭാര്യ ഭർത്താവിനെ ചുമന്ന് കുഴഞ്ഞോ? ഭർത്താവ് ഭാര്യയെ ചുമന്ന് കുഴയുന്ന കാലമുണ്ട് കേട്ടോ, മടുക്കും. അതുപോലെ മക്കളെയും ചുമന്ന് മാതാപിതാക്കളെ ചുമന്ന് അവർ രോഗവും ക്ഷീണവും ഒക്കെ ആയിട്ട് കിടക്കുമ്പോൾ ഒരു വരുമാനവും ഇല്ല, ക്ഷീണിത ഉള്ളതെല്ലാം അവർക്ക് വേണ്ടി മുടക്കണം, അവരെ ഇട്ടുകൊണ്ട് നടക്കണം. അങ്ങനെ കുഴയുന്നവർ ഉണ്ട്. ഇങ്ങനെ പലതരത്തിൽ കുഴയുന്നവർ, പഠിച്ച് കുഴഞ്ഞവരുണ്ട്. ഉദ്ദേശിച്ചിടത്തോളം മാർക്ക് വാങ്ങാതെ, ഉദ്ദേശിച്ച് അഡ്മിഷൻ കിട്ടാനൊക്കാതെ, ഉദ്ദേശിച്ചെടുത്ത് വാനൊക്കാതെ കുഴയുന്നവരുണ്ട്, ഇല്ലേ? അവരും യേശുവിനെ ഗുരുവായി സ്വീകരിച്ച് യേശുവിന്റെ മുഖം ഉണ്ടെങ്കിൽ ആ പ്രശ്നവും തീരും. അപ്പൊ നമ്മൾ ഒറ്റയ്ക്കായപ്പോ ഈ ഭാരമെല്ലാം മതി. എല്ലാവർക്കും ഭാരം ഒത്തിരി ഉണ്ട്. പക്ഷെ ആ ഭാരം യേശുവായിട്ട് പങ്കിടാനൊക്കുന്നില്ല. യേശുവായിട്ട് പങ്കിടാമെങ്കിൽ എല്ലാ ഭാരവും പങ്കിടാൻ മൃദുവായ ലഘുവായ ചൂടുമായിട്ട് തോന്നും. അത് ഒത്തിരി കാര്യം പഠിക്കാനുമുണ്ട്. ഇപ്പൊ കോളേജിൽ നിന്ന് മാത്രമല്ല പഠിത്തം, യേശുവിന്റെ കൂടെയുണ്ട് പഠിത്തം. ക്രൈസ്റ്റ് കോളേജ്, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, അവിടെ അഡ്മിഷൻ വാങ്ങിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് വാങ്ങിക്കണം. അപ്പൊ അതുകൊണ്ട് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാൽ സ്വർഗത്തിലെ അപ്പച്ചൻ ഈ ഇമ്മാനുവേൽ അച്ചാനെ തന്നെ പ്രൊഫസറായിട്ടും ടീച്ചറായിട്ടും സഹപാഠിയായിട്ടൊക്കെ കൂടെ പഠിക്കാവുന്ന ഇങ്ങനെ നല്ലൊരു പ്രൊഫസർ ഉള്ളപ്പോൾ എന്തിനാണ് വിഷമിക്കുന്നത്? ഈ പ്രൊഫസറിന്റെ കൂടെ നമുക്ക് എന്നും നടക്കാം. എന്നോട് കേട്ട് എൻ്റെ വചനം കേട്ടെന്നെ പഠിപ്പിക്കുക, എൻ്റെ മുഖമേറ്റ് എന്നോട് എല്ലാ ഭാരവും കർത്താവായിട്ട് പങ്കിടുമ്പോൾ കിട്ടുന്ന ഒത്തിരി പാഠങ്ങളുണ്ട്, ഒത്തിരി അനുഭവങ്ങളുണ്ട്, ഒത്തിരി പരിജ്ഞാനമുണ്ട് എന്ന് കാര്യം ഓർപ്പിക്കുന്നു. അത് നമ്മുടേതായി തീരാൻ നമ്മൾ ഏതെല്ലാം ഭാരവുമായി വന്നിരിക്കുന്നുവോ ആ ഭാരം ആരുമായി പങ്കിടണം? ജീവിത പങ്കാളിയായ യേശുവുമായിട്ട് പങ്കിടണം. പക്ഷെ യേശുവായിട്ട് പങ്കിടണമെങ്കിൽ നമ്മുടെ തോളും കർത്താവിന്റെ തോളും ഒരേ ലെവലായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. രണ്ട് പൊക്കമുള്ള ആളെ വെച്ചാൽ ആർക്കായിരിക്കും ലോഡ് കൂടുമെന്നറിയാമോ? കിളരം കുറഞ്ഞു കഴിഞ്ഞാൽ അത് താഴെ വീഴും, മുട്ടുകുത്തി വീഴും. അത് കാരണം എന്നെക്കൊണ്ട് തന്നെ ഇത് വയ്ക്കാൻ, കാരണം ഭാരമെല്ലാം അങ്ങോട്ട് ചാഞ്ഞ് നിൽക്കും. അതുകൊണ്ട് ഒരേ പൊക്കമുള്ള കാളയ്ക്ക് മുഖം വെക്കാൻ. അപ്പൊ കർത്താവ് മുഖം വെക്കാത്തതിന്റെ കാര്യം തന്നെ നമ്മൾ വളർന്നിട്ടില്ല. നമ്മൾ വളരാത്തതുകൊണ്ട് ഇപ്പൊ കർത്താവ് മുഖം വെക്കാൻ വന്നാൽ എന്നിരിക്കും, ചാഞ്ഞിരിക്കും. ഭാരമല്ല നമുക്ക് വരികയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഭാരം കുറയണമെങ്കിൽ, ബാലൻസ് ചെയ്യണമെങ്കിൽ കർത്താവിനോളം നമ്മൾ വളരണം. അപ്പൊ കർത്താവിനോളം വളർന്നു വരുമ്പോൾ ഒരു ഭാരം എടുക്കണ്ടെന്ന്, ഒരു അന്നേക്കുറിച്ച് ഭാരപ്പെടണ്ട. കർത്താവിനോട് വളരാനുള്ള ബദ്ധപ്പാടിൽ കർത്താവിൻ്റെ കൂടെ കർണക്കന്ത ചൊല്ലിയാൽ മതി. അതിനാണ് കർണക്കന്ത ചൊല്ലിച്ചത്. കർത്താവ് ഇരിക്കുന്നു വളരണം. എന്നെ സ്വർഗത്തിലെ പിതാവ് പുത്രന്റെ ജീവിത പങ്കാളിയായിട്ട് എന്നെ എടുത്തെങ്കിലും ഞാൻ ഇതുവരെയും വളർന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ വളർന്നിട്ട് എൻ്റെ ഇമ്മാനുവേൽ ചായൻ്റെ തോളിനോട് എൻ്റെ തോളും വളർന്നു കഴിയുമ്പോൾ മാത്രമേ പിതാവ് മുഖം എടുത്ത് അങ്ങോട്ട് വെക്കുകയുള്ളൂ. അപ്പം ഇപ്പം ഒറ്റയ്ക്ക് ഭാരം നോക്കുന്നതിൻ്റെ കാര്യം എന്നാ? യേശു വളരാത്തതുകൊണ്ടാണ്. യേശുവിനെ അപ്പോൾ എല്ലാ ഭാരവും അങ്ങോട്ട് വെച്ചാൽ അതെനിക്ക് ഒരു ഭാരവും വേണ്ട, എനിക്ക് യേശുവിനെ മതി. യേശു ഒരു ഭാരം എടുത്തു വെക്കുമ്പോൾ മാത്രമേ എടുക്കാവൂ. ഇപ്പം വല്ലവരും കെട്ടിവെച്ചിരിക്കുന്ന ഭാരം, കയറിയെടുത്ത ഭാരം, വന്നു വീണ ഭാരം, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഭാരം നമുക്കുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് വെച്ചേര്. നിന്റെ ഭാരം എവിടെ? അതെവിടെയാണ് എഴുതിയിരിക്കുന്നത്? 55 സംഖ്യത്തിൽ 22 വാക്ക് എടുത്താണ്. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ വളരുന്നതിന് മുമ്പേ ഏതൊക്കെ കയറിയെടുത്ത് അത് ക്ഷമിക്കണം എന്ന് പറയണം.
കർത്താവേ, ഞങ്ങൾ വളരുന്നതിന് മുമ്പ്, യേശുവിനെ കിട്ടുന്നതിന് മുമ്പ്, യേശുവിനോടും ഞങ്ങളുടെ മുഖമൊക്കത്തോളം ഞങ്ങളുടെ തോള് വളരുന്നതിന് മുമ്പ് ഞങ്ങൾ അത്യാഗ്രഹം കൊണ്ടോ ആരോഗ്യമോ നിർബന്ധം കൊണ്ടോ എന്തൊക്കെയോ ഞങ്ങളുടെ തോളിൽ വന്നു വീണിട്ടുണ്ട്. അതെല്ലാം ഞങ്ങളിപ്പോൾ താഴെ വെച്ചിരിക്കുന്നു. 55:22 പറയും, നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക, സമ്മതിക്കും. അപ്പൊ നമ്മൾ ആരാണ് നീതിമാൻ? യേശുവിൽ വിശ്വസിക്കുന്നവരാണ് നീതിമാനെന്ന് റോമാലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഭാരം യഹോവയുടെ വെക്കണമെങ്കിൽ വിശ്വാസം വേണ്ടേ? ഭാരം കൊണ്ട് ചുമ്മാ കളയാനും പോകും. നമ്മുടെ ഭാരം എടുക്കാനും പങ്കിടാനും തരാനും എടുക്കാനും ഒക്കെ കഴിവുള്ള ആളുടെ കൊണ്ട് കൊടുത്തേച്ചാൽ മതി. ഇതിന് കൃത്യസമയത്ത് നമുക്ക് മൃദുവായ നോക്കവും ലഘുവായ ചൂട് വെച്ച് തിരികെ തരും. അതുകൊണ്ട് നീതിമാനാകണം. നീതിയുടെ അനുഭവത്തിൽ മാത്രമേ ഈ ഭാരം യഹോവയുടെ വെക്കാൻ സാധിക്കുകയുള്ളൂ. നീതി എങ്ങനെ കിട്ടും? നമുക്കാർക്കും ഒരു നീതി തൊട്ടില്ലതാണ്. അപ്പൊ പിന്നെ ഭാരം പങ്കിടാൻ ഒക്കുമോ? നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. അപ്പൊ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കുന്നു? നീതിമാന് മാത്രമേ ഭാരം പങ്കിട്ട് സന്തോഷിക്കാനൊക്കുള്ളൂ. നീതിമാൻ ആരുമില്ലെന്ന് റോമാലേഖനം 3:21 പറയുന്നു. റോമർ 3:21 നോക്കി ഉണ്ട്. റോമർ 3:23 പൗലോസ് അവിടെ കോട്ട് ചെയ്തിരിക്കുകയാണ് ഒരു സങ്കീർത്തനം. നീതിമാൻ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അതുകൊണ്ട് അപ്പൊ സൗജന്യമായ നീതി ആദ്യം പ്രാപിക്കാം. നമ്മളെല്ലാം നീതി ഇല്ലാത്തവരും അനീതി ചെയ്യുന്നവരും ഭാവികളും അശുദ്ധരുമാണ്. ആ പ്രശ്നം പരിഹരിച്ച് യേശുവിൽ വിശ്വസിച്ചിട്ട് സൗജന്യമായ ഒരു നീതി പ്രാപിച്ചിട്ട് സൗജന്യമായ നീതി പ്രാപിക്കുന്ന നീതിമാന് മാത്രമേ ഭാരം പങ്കിടാൻ സാധിക്കൂ. അപ്പൊ സൗജന്യ നീതി കിട്ടിയോ? അത് വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ ഏറ്റവും അധികം ഏറ്റു പറയേണ്ട പാപം എന്നാണെന്നറിയാമോ? യേശുവിനേക്കാൾ അത് ആരെയോ സ്നേഹിച്ചു പോയതാണ്. ആത്മാവിൽ നിറയണമെങ്കിൽ, നീതി വേണമെങ്കിൽ, യേശുവിനെ കിട്ടണമെങ്കിൽ യേശുവിനെ എല്ലാത്തിനേക്കാൾ അധികം നമുക്കിപ്പം കാര്യസാധനത്തിന് വേണ്ടി യേശുവിനെ കൂട്ടുപിടിക്കും. യേശുവിന് വേണ്ടി യേശുവിനെ എനിക്ക് പിതാവ് തന്നതാണ്, എനിക്ക് അവൻ മാത്രം മതി, അവനാണ് എൻ്റെ എല്ലാം എന്ന് പറഞ്ഞ് യേശുവിനെ നമ്മൾ ആശ്രയിച്ചിട്ടുണ്ടോ? ആ വിശ്വാസത്തിൽ മാത്രമേ നീതി എന്ന കവചം നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ആ കാര്യമാണ് 71-ാം സങ്കീർത്തനക്കാരൻ എന്ന് പറഞ്ഞത്. നമ്മുടെ കാര്യങ്ങൾ സാധിക്കാത്തപ്പോൾ നമുക്ക് നിരാശ വരും. കാര്യം സാധിക്കുന്നവരുടെ അസൂയം തോന്നും. എന്താ, നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല, ഒരു നിരാശ. എന്നാൽ പിന്നെ വേറെ ഇന്ന കോഴ്സിന് പോയേക്കാം, അതും കിട്ടിയില്ല. എന്നാൽ കൂടെ പഠിച്ചവർക്കെല്ലാം കിട്ടുകയും ചെയ്തു, എനിക്കൊട്ട് കിട്ടിയിട്ടുമില്ല. സങ്കടമായി ഇല്ലേ? അപ്പൊ അന്നേരം നമുക്ക് ഇതിനൊക്കെ മുമ്പേ സാധിക്കേണ്ടതായിരുന്നു, യേശുവിനെ കിട്ടണമായിരുന്നു. യേശുവിന്റെ ദിവസം നിങ്ങൾ അവഹരിച്ചിട്ടുണ്ടോ? ഞായറാഴ്ച ദിവസം ട്യൂഷന് പോയി ഫസ്റ്റ് റാങ്ക് അടിക്കാൻ ശ്രമിച്ചിട്ട് മാർക്ക് കുറഞ്ഞു പോയെങ്കിൽ കർത്താവിന്റെ മറുപടി എന്നാ? എന്റേത് എടുത്താൽ ഞാൻ നിന്റേത് എടുക്കും. എന്റെ ദിവസമാണ് ഞായറാഴ്ച അല്ലേ? ഞായറാഴ്ച എന്നെ പറ്റിച്ച് നീ ട്യൂഷൻ എടുക്കാൻ പോയോ? എന്നാ നീ പഠിച്ചോളാൻ പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ യേശുവിനെ അങ്ങനെ ഒരു വാക്യമുണ്ട് 18-ാം സങ്കീർത്തനത്തിൽ, നമ്മൾ കർത്താവിനോട് പെരുമാറുന്ന പോലെ കർത്താവിനോട് ചില കാര്യത്തിൽ പെരുമാറും. കാര്യം പഠിപ്പിക്കാം. വക്കരനോട് നീ അതെത്രാം വാക്യം? 18-ാം സങ്കീർത്തനത്തിൽ എത്രാം വാക്യം? ദയാലുവോട് ഞാൻ ദയാലുവാണ്. അപ്പം ശാപത്തിൽ നീക്കുന്നവരോട് അവരുടെ സ്വസ്ഥത ഞാൻ കളയുമെന്നാണ് പറയുന്നത്. സ്വസ്ഥമായി എൻ്റെ കൂടെ ഇരിക്കേണ്ട കർത്താവ് പറയാണ്, എന്റെ ജീവിത ദിവസം നിങ്ങൾ വേറെ എന്തിനാണെങ്കിലും ഉപയോഗിച്ചാൽ ഞാൻ നിങ്ങളുടെ സ്വസ്ഥത കളഞ്ഞിരിക്കും. ഞാൻ സമാധാനമല്ല വാളത്തിന് തമ്മിൽ പിണക്കും, പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് കർത്താവിനുള്ളത് കർത്താവിന് കൊടുത്തേ, കൈസർക്കുള്ളത് കൈസർക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുത്താൽ ദൈവം നമുക്കുള്ളത് തന്നിരിക്കും. അപ്പൊ ഞാൻ ആരെങ്കിലും പരിഭവിക്കണോ? വേണ്ട. കർത്താവെ, ഞാൻ നിനക്കുള്ളത് നിനക്ക് തന്നില്ല, ഞാനത് കട്ടെടുത്തു. അപ്പൊ കർത്താവിനുള്ളത് നമ്മൾ എടുത്താൽ കർത്താവിനെ മോഷ്ടിക്കുക, അത് കർത്താവ് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ട് 73-ാം സങ്കീർത്തനക്കാരൻ നല്ല പാട്ടുകാരനായിരുന്നു, കൊയറിലെ ലീഡറായിരുന്നു, പള്ളിയിൽ ആരാധനയ്ക്ക് മുമ്പ് നിൽക്കുന്നയാളായിരുന്നു. പക്ഷേ വീട്ടിൽ ചെന്നാൽ ഒരു സ്വസ്ഥതയില്ലായിരുന്നു. എന്താ കാരണം? ആസാഫിന്റെ സങ്കടം എന്നായിരുന്നു, ഞാൻ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു സ്വസ്ഥതയില്ല, എൻ്റെ കാര്യമൊന്നും സാധിക്കും. പള്ളി വന്ന പലരുടെ കാര്യം സാധിക്കുന്നുണ്ട്, പള്ളി വരാത്തവരുടെ കാര്യവും സാധിക്കുന്നുണ്ട്. പക്ഷെ പാട്ടുകാരനായ എൻ്റെ കാര്യം മാത്രം സാധിക്കുന്നില്ല. അപ്പൊ അവരോട് അസൂയ തോന്നി എന്നാ പറയുന്നത്. എത്രാം വാക്യം? 3-ാം വാക്യം. ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോട് അസൂയ തോന്നി, അവർക്ക് വേദന ഒട്ടുമില്ലല്ലോ, അവരുടെ ദേഹം തടിച്ചിരിക്കുന്നു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയം. പക്ഷെ അതും കൊണ്ട് വെള്ളിപ്പൊക്കെ മുടങ്ങിയോ? ഇതും വെച്ചുകൊണ്ട് തന്നെ പള്ളിയിലോട്ടങ്ങ് പോയി. എന്നാൽ പള്ളി പോകുന്നില്ല എന്ന് പാടുന്നില്ല എന്നൊന്നും വിചാരിച്ചില്ല, ഒരു അസൂയ തോന്നിയതേ ഉള്ളൂ. എങ്കിലും പ്രാർത്ഥനയും പാട്ടും മുടക്കിയില്ല, പള്ളിയിലോട്ടങ്ങ് പോയി. പള്ളിയിൽ പോയിരുന്ന ഈ കാര്യം പ്രാർത്ഥിച്ചപ്പോൾ മറുപടി കിട്ടിയതാണ്. അതുകൊണ്ട് പള്ളിയുടെ ഗുണം മനസ്സിലായോ? വീട്ടിലിരുന്നാൽ
മനസ്സിലാകാത്ത കാര്യം ധ്യാനം വന്നെത്തി വരുമ്പോൾ മനസ്സിലാവും. അത് നിങ്ങളുടെ സങ്കടങ്ങൾ ദുഃഖങ്ങളെല്ലാം നിങ്ങളോട് അതിന് മറുപടി പറയാൻ ആരാധന സ്ഥലത്ത് ദൈവം വന്നിരിക്കും. ആസാഫിനോട് മറുപടി പറയാൻ വന്നപ്പോൾ ആസാഫിനോട് ദൈവം പറഞ്ഞ കാര്യം എന്താ? എത്രാം വാക്യത്തില? ആസാഫ് പള്ളിയിൽ പോയിരുന്നു തന്റെ സങ്കടമൊക്കെ പറഞ്ഞു, തന്റെ അസൂയയുടെ കാര്യവും തന്റെ പരിഭവവും പരാതികളും ഒക്കെ പറഞ്ഞപ്പോൾ കിട്ടിയ മറുപടി എന്താണ്? എത്രാം വാക്യത്തിൽ? അത് എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നതാകുന്നു എനിക്ക് നല്ലത്, നിന്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ ദൈവത്തെ എന്റെ സങ്കേതമാണ്. 17 തൊട്ട് വായിച്ചാൽ. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു അവരുടെ അവസാനം എന്താകുമെന്ന് മനസ്സിലാക്കി. അപ്പൊ ഏത് പ്രശ്നം ആരെക്കുറിച്ചുണ്ടായാലും പള്ളിയിൽ പോയിരുന്ന കർത്താവിനുള്ള കാര്യങ്ങൾ വേണം. അപ്പൊ കർത്താവിന് മറുപടി പറഞ്ഞിരിക്കും. അപ്പൊ ഇന്നിവിടെ കുറിച്ച് വന്നിട്ട് ഒത്തിരി കാര്യങ്ങൾ അതെല്ലാം കർത്താവിനോട് പറഞ്ഞു. കർത്താവിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇന്ന് ഈ കുറിച്ച് വന്നിരിക്കുന്ന കാര്യമെല്ലാം കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് അവിടെ വെച്ച് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലായോ? അപ്പൊ ആസാഫിന് കിട്ടിയ മറുപടികൾ എന്തൊക്കെയാണോ? അടുത്ത വാക്യം നോക്കി. അവിടെ ചെന്നപ്പോൾ മനസ്സിലായി ഞാനൊരു പൊട്ടനായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ നോക്കാം. നമ്മുടെ പൊട്ടത്തരം എല്ലാം നമുക്ക് മനസ്സിലാകണമെങ്കിൽ വേറെ ആരും നമ്മളെ പൊട്ടിയെന്ന് വിളിക്കുന്നതിന് നമ്മൾ തന്നെ കണ്ടെത്തിയേക്കാൻ നല്ലത്. അങ്ങനെ എത്രാം വാക്യത്തിലത്? ഞാൻ പൊട്ടനും ഭോഷനുമായിരുന്നു. 22 വാക്യം. ഞാൻ ഭോഷനും ഒന്നും. അപ്പൊ നമ്മൾ ഭോഷരാണെന്നും ഒന്നും അറിയാത്തവരാണെന്നും മറ്റുള്ളവർ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ കണ്ടുപിടിച്ചേക്കണം. അപ്പൊ ദൈവം നമ്മളെ മാനം കെടുത്തുകയില്ല. മനസ്സിലായോ? അതുകൊണ്ട് ആസാഫ് താൻ പൊട്ടനാണെന്നും അറിയേണ്ടതെല്ലാം അറിഞ്ഞിട്ടില്ലെന്നും മനസ്സിലായി ദൈവസന്നിധിയിൽ പോയി ധ്യാനിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം കൊടുത്ത സന്ദേശങ്ങളാണ് അടുത്ത വാക്യങ്ങൾ എന്നാ പറഞ്ഞത്? എപ്പോഴും നിന്റെ അടുക്കൽ ഇരിക്കുന്നു, നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു, നീ എന്റെ ആലോചനയാൽ എന്നെ നടത്തും. ആ ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നിരാശയുണ്ടോ? അപ്പൊ അത് കഴിഞ്ഞ് ഒരു തീരുമാനം എടുക്കുന്നു. അതുകൊണ്ട് എനിക്കിനി സുഖമോ ധനമോ മാനമോ ജോലിയോ ഒന്നുമല്ല എനിക്ക് വേണ്ടത്. എനിക്ക് ആരെയാ? നിന്നെ തന്നെ എനിക്ക് വേണ്ടത്. നിന്നെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ബാക്കി നമ്മുടെ കാര്യം ആ അവസ്ഥയിലേക്ക് വരുത്താൻ വേണ്ടിയാണ് എല്ലാം കർത്താവ് കളയുന്നത്. നമ്മൾ എവിടെയെല്ലാം ആഗ്രഹിച്ച് മോഹിച്ചാണ് അവിടെ എല്ലാം കട്ട് ചെയ്യും. എന്നാ നീ ഒന്ന് കണ്ടട്ടെ, നീ ഒന്ന് സുഖിക്കുക, എല്ലാമായിട്ട് കട്ട് ചെയ്ത് നീ എൻ്റെ അടുത്ത് വാ, നീ എൻ്റെ വകയാണ്, ഞാൻ നിന്റെ വകയുമാണ്. ആ അവസ്ഥയിൽ കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രശ്നം ആരുടെ പ്രശ്നമാണ്? പിന്നെ നമ്മൾ വിഷമിക്കണോ? അത് നമ്മുടെ വിട്ടാൽ എനിക്ക് കർത്താവെ നീ എൻ്റെ സ്വന്തമായി, നീ എൻ്റെ കയ്യെ പിടിക്കണം. കർത്താവ് നമ്മുടെ കയ്യെ പിടിച്ചിട്ടുണ്ടെന്ന് ബോധ്യമുള്ളവരൊന്ന് കൈവക്കാവോ? കുറെ കൈകളുണ്ടല്ലോ, കൊള്ളാം, കൈ താത്തിട്ടാണ്. അപ്പൊ അങ്ങനെയാണ് പിന്നെ ഇനി നിരാശപ്പെടണോ? എന്റെ കർത്താവിന്റെ കൈ എനിക്ക് കിട്ടി, അവൻ എന്റെ കയ്യിലുണ്ട്, ഞാൻ അവന്റെ കയ്യിലുവാ. പിന്നെ എന്ത് പ്രശ്നമുണ്ടായി ആരുടെ പ്രശ്നം? അത് കർത്താവിന്റെ പ്രശ്നം. ആ അവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഈ പ്രശ്നമെല്ലാം വരുന്നത്. നന്ദി പറയാം. അപ്പൊ ആ സാഹചര്യത്തിൽ കർത്താവിനെ കൂടാതെ എന്നൊക്കെ ആഗ്രഹിച്ചു പോകുന്നതിനൊരു ക്ഷമ ചോദിക്കാവോ? കർത്താവെ ക്ഷമിക്കണേ, ഞാൻ നിന്നെക്കാൾ അധികം എന്തിനൊക്കെയോ സ്നേഹിച്ചു പോയി, എന്തൊക്കെയോ ആശിച്ചു പോയി, എനിക്ക് നിന്നെ മാത്രം മതി. നിന്നെ കിട്ടിയിട്ട് എന്നെ നീ തരുന്ന നോക്കിയത് കയ്പായാലും എന്തായാലും എനിക്ക് അത് മതി. ആ അവസ്ഥയിലെ ആത്മാവിൽ നിറയാൻ കർത്താവിനെ അനുഗമിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ പശ്ചാത്തലത്തിൽ നഥാനിയേലിനോട് കർത്താവ് സംസാരിച്ച ചില കാര്യങ്ങൾ നമ്മോട് സംസാരിക്കാൻ പോകും. നഥാനിയേൽ ഇന്നത്തെ വിഷയം. നഥാനിയേലിന്റെ അടുത്തേക്ക് യേശുവിന്റെ സന്ദേശം ചെന്നത് ഫിലിപ്പോസ് വഴിയാണ്. ഫിലിപ്പോസ് വഴി നഥാനിയേലിനെ കണ്ടെത്തിയ ശേഷം നഥാനിയേലിന്റെ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. എന്തൊക്കെയാണ്? ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ടു, യേശുവിനെ കണ്ട കാര്യം പറഞ്ഞു. അവൻ യോസേപ്പിന്റെ പുത്രനായ യേശു നസറേത്തുകാരനാകുന്നു എന്ന് പറഞ്ഞു. നമുക്ക് യേശുവിനെ ഇങ്ങനെ പലർക്കും പലതരത്തിൽ പരിചയമുണ്ട്. പക്ഷേ യേശുവിനെ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്ന പ്രവചന നിവൃത്തിയായി കണ്ടെത്തിയാൽ മാത്രമേ അവന് നമ്മുടെ കയ്യെ പിടിക്കാനൊക്കൂ. 46 ഫിലിപ്പോസ് നഥാനിയേൽ അവനോട് നസറേത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? അതിന്റെ അർത്ഥം എന്താ? ഈ യേശു നസറേത്തുകാരനായതുകൊണ്ട് അവന് മിശിയാകാൻ സാധ്യതയില്ല. നസറേത്തിൽ നിന്നൊരു നന്മയും പുള്ളിയുടെ ധാരണയാണ്. അപ്പൊ അല്പം ഞാൻ അപകടമാണ്. ലിറ്റിൽ നോളജ് ഈസ് ഡേഞ്ചറസ് എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ചുള്ള അവന്റെ ധാരണയിൽ ഒരു കാര്യം അജ്ഞാതമായിരുന്നു. യേശു ബേത്ലഹേമിലാണ് ജനിച്ചത്. ബേത്ലഹേമിൽ ജനിച്ചിട്ട് അവിടെ 4 കൊല്ലം ഓടിപ്പോയിട്ട് പിന്നെ വന്ന് നസറേത്തിൽ താമസിച്ച. പക്ഷെ നസറേത്തിൽ താമസിച്ച കാര്യം എല്ലാവർക്കും അറിയാവുള്ളൂ. നസറേത്തുകാരനാണെന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ബേത്ലഹേംകാരനാ, ബേത്ലഹേമിലാണ് ജനിച്ചത്. അത് ഈ നഥാലിന് മനസ്സിലായോ? അതും കൂടെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ വേണമെങ്കിൽ പെട്ടെന്ന് യേശുവിനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് പല മുൻവിധികളും
അജ്ഞതകളും തെറ്റിദ്ധാരണകളും വിദ്യാബോധങ്ങളും ഒക്കെ ഉള്ളതാണ് യേശുവിനെ അറിയാനുള്ള തടസ്സം. അത് പരസ്പരം കൂട്ടായ്മ ആചരിച്ച് അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുമ്പോഴാണ് അജ്ഞതകളെല്ലാം കുറയുന്നത്. അതുകൊണ്ടാണ് കൂട്ടായ്മ ആചരിപ്പാനും നന്മ ചെയ്യുവാനും മറക്കരുതെന്ന് പറയാം. എവിടെയത്? എബ്രായ ലേഖനം എത്രയാണ്? എബ്രായ ലേഖനത്തിൽ അങ്ങനെ കൂട്ടായ്മ ആചരിപ്പാനും നന്മ ചെയ്യാനും മറക്കരുത്. കൂട്ടായ്മയിലുള്ള ഏറ്റവും വലിയ നന്മ എന്നാണെന്നറിയാവോ? പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന അനുഭവങ്ങൾ പങ്കിടുന്നതാണ് നന്മ. പരിശുദ്ധാത്മാവാണ് നന്മ. പരിശുദ്ധാത്മാവ് തരുന്ന ആത്മഫലങ്ങളുടെ അനുഭവങ്ങൾ പങ്കിടുമ്പോൾ ആ സാക്ഷ്യം കൊണ്ട് വേറെ സാക്ഷികളെ ഉണ്ടാക്കും. സാക്ഷ്യം സാക്ഷികളെ ഉളവാക്കും. അങ്ങനെ ഇതാ ഫിലിപ്പോസിന്റെ സാക്ഷ്യമാണ് നഥാനിയേലിനെ യേശുവിലേക്ക് നയിക്കാൻ സഹായിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതവും നമ്മുടെ സംസാരവും നമ്മുടെ ഇടപെടലും യേശുവിനെ സാക്ഷിക്കുന്നതായിരിക്കണം. അപ്പോൾ ആ നഥാനിയേലിന്റെ സംശയം എങ്ങനെയാണ് മാറിയതിനെ? ശാസ്ത്രീയത്തിൽ എന്തെങ്കിലും നന്മ വരുമോ എന്ന് ആത്മാർത്ഥമായ ഒരു സംശയമായിരുന്നു. ആ സംശയം ഉള്ളതും ആ സംശയത്തോടെ അത്തിയുടെ ചോട്ടിൽ ഇരിക്കുക, യേശുവിനെ തപ്പി തപ്പി നടക്കുക, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ തിരിച്ചറിയാൻ വേണ്ടി താൻ ആഗ്രഹിക്കുകയാണ്. ഫിലിപ്പോസ് അവനോട് വന്ന് കാണാൻ പറഞ്ഞു. ഫിലിപ്പോസും നഥാനിയേലും തമ്മിൽ വാദപ്രതിവാദം വല്ല നടന്നോ? ഇല്ല. സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നീ വന്ന് കാണാം. അതുപോലെ നമുക്കും പലപ്പോഴും സംശയമുള്ള പലരുമായിട്ട് ഇടപെടേണ്ടി വരും. നമ്മൾ അവിടെ നിന്ന് വാദിക്കേണ്ട കാര്യമൊന്നുമില്ല, വന്ന് കാണാൻ പറയണം. സങ്കേതഭാരത്തെക്കുറിച്ചും ഇവിടുത്തെ പരിപാടിയെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും സുവിശേഷ വേലയെക്കുറിച്ചും നിങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ചും പലർക്കും പലതും തെറ്റിദ്ധാരണകൾ വരാൻ സാധ്യതയുണ്ട്. അത് വഴി വെച്ചോ ചന്തയെ വെച്ചോ ബസ വെച്ചോ ഒക്കെ ആയിരിക്കും പറയുന്നത്. അവിടെ വെച്ചൊന്ന് വാദിക്കാനൊന്നും പുറപ്പെട്ടേക്കരുത്. നീ വന്ന് കാണണം എന്ന് പറഞ്ഞ് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ നമ്മുടെ വീട്ടിലേക്കോ അല്ല യേശു ഉള്ളിടത്തേക്കോ ആരെങ്കിലും പറഞ്ഞുവിടാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? വന്ന് കണ്ടു കഴിഞ്ഞ് മാത്രം കിട്ടുന്ന അനുഭവങ്ങൾ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും വന്നാൽ കാണിക്കാൻ പറ്റും നമ്മുടെ വേണ്ടേ? അപ്പോൾ നമ്മുടെ അടുത്ത് ആരും വരാഞ്ഞ എന്താ? നമുക്ക് കാണിക്കാനൊന്നുമില്ല. അതുകൊണ്ട് കർത്താവ് എനിക്ക് വല്ലവരും എൻ്റെ അടുത്ത് വന്നാൽ എനിക്ക് കാണിച്ചു കൊടുക്കാൻ എൻ്റെ യേശു ബേത്ലഹേമിലുണ്ടായിരുന്നപ്പോൾ വിദ്വാൻമാർക്കും നാട്ടുകാരന്മാർക്കും യേശുവിനെ കാണാൻ സാധിച്ചു. ഇപ്പം നമ്മുടെ ഉള്ളിൽ ബേത്ലഹേമിലെ പോലെ മാമോദീസയിൽ യേശു ജനിച്ചതാണ്. നമ്മുടെ യേശു കുഞ്ഞിനെ കാണാൻ ആരെങ്കിലും വന്നിട്ടുണ്ടോ? യേശു കുഞ്ഞിനെ കാണാൻ വരാഞ്ഞതിന് പല കാരണമുണ്ട്. കുഞ്ഞിലിപ്പോൾ ചത്തുപോയി കാണും. എന്താ കാര്യം? യേശു കുഞ്ഞിനെ നമ്മൾ ഒന്ന് കാണും. മാതാവ് യോസേപ്പ് യേശു കുഞ്ഞിനെ കൊണ്ടു നടന്ന പോലെ കൊണ്ടുപോയില്ലേ യേശു കുഞ്ഞിയാകാൻ സാധ്യതയുണ്ട്. ഹേരോദാവ് കൊല്ലാനും ഈ സാധ്യത. അപ്പം ഈ നോമ്പിൽ യേശു കുഞ്ഞിനെ നമ്മൾ കൊന്നെങ്കിൽ അതിന് ക്ഷമ ചോദിച്ച് യേശുവിനെ പിന്നെ ഉപയോഗിക്കണം. അതുകൊണ്ട് കർത്താവ് എൻ്റെ യേശു കുഞ്ഞിനെ കാണാൻ പലരും വന്നിട്ട് കാണാനൊക്കെ അത് പോയിട്ടുണ്ട്. അത് എത്രയോ നാൾ നമ്മൾ ക്രിസ്മസിന് പള്ളിയിൽ പോയതാണ്. ആ പള്ളി വെച്ച് ആരെങ്കിലും നിന്റെ യേശു കുഞ്ഞിനെ ഞാൻ കണ്ടുകൊള്ളാം, നന്നായിരിക്കുന്നു, മിടുക്കനായിരിക്കുന്നെല്ലാം പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് നമ്മുടെ യേശു കുഞ്ഞിനെ കാണിച്ചു കൊടുക്കണം. കാണാനുള്ള ചിലരുണ്ട്, കൊല്ലാൻ വരുന്ന ഹേരോദാവുണ്ട്. ഇതെല്ലാം തിരിച്ചറിഞ്ഞ് നമ്മൾ 30 വയസ്സ് വരെ അജ്ഞാതരായി കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഈ യേശുവിനെ നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുത്ത് സാക്ഷിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നസ്രയത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ എന്ന് സംശയം ഉണ്ടായിരുന്ന നഥാനിയേലിന്റെ സംശയം തീർക്കാൻ വന്ന് കാണാൻ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് പോയ പോലെ സംശയക്കാരുടെ സംശയം തീർക്കാൻ കൂട്ടിക്കൊണ്ടു പോകാനും യേശുവിനെ കാണിച്ചു കൊടുക്കാനും ഈ സങ്കേത ഭവനം ഉതകാൻ വേണ്ടിയാണ് ഇന്ന് സങ്കേത ഭവനത്തിന് വേണ്ടി കണ്ണക്കൊന്തയെല്ലാം പറഞ്ഞു. എന്താ ഈ സങ്കേത ഭവനത്തിൽ വന്ന് യേശുവിനെ കണ്ട പലരുണ്ട്. യേശുവിനെ കണ്ട പുരോഹിതന്മാരുണ്ട്, യേശുവിനെ കണ്ട പലരുണ്ട്, നിരീശ്വരവാദികൾ, സംശയരോഗത്തോടെ വന്നവരൊക്കെ യേശുവിനെ കണ്ടിട്ട് പലരും ഇവിടേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. പല സാഹചര്യങ്ങളിൽ നിന്ന് ഇന്ത്യക്ക് മാത്രമല്ല, ഇന്ത്യക്ക് വെളിയിലുള്ള പല രാജ്യങ്ങൾ, പല സ്ഥലങ്ങളിൽ നിന്ന് പലരും ഇവിടെ പറഞ്ഞു വിടുന്നുണ്ട്. ഇന്നടത്ത് നിന്ന് ഇന്നയാൾ പറഞ്ഞിട്ട് ഞാൻ വന്നെന്ന് പറഞ്ഞ്. അങ്ങനെ നമുക്ക് യേശുവിനെ കണ്ടിട്ടില്ലാത്തവർ അറിഞ്ഞിട്ടില്ലാത്തവർ സംശയമുള്ളവരെ പറഞ്ഞയക്കാനുള്ള സ്ഥലമായി ഇതിനെ വളർത്തിയെടുക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള ആരോപിച്ചിട്ട് എങ്ങനെയാണ് നഥാനിയേലിന്റെ സംശയം മാറിയത്? നഥാനിയേൽ അടുക്കൽ വരുന്നത് കണ്ടിട്ട് യേശു കണ്ടപ്പോഴേ നീ സംശയരോഗിയാണോടാന്ന് ചോദിച്ചു. നല്ലൊരു കാര്യമാണ് പറഞ്ഞതല്ലേ. അപ്പം നമ്മുടെ അടുത്ത് ആരെങ്കിലും വന്നാൽ അവരുടെ കുറ്റം നമുക്കറിയാമെങ്കിൽ നമ്മൾ എഴുന്നള്ളിക്കാവോ? പാടില്ല. പലരും നമ്മുടെ അടുത്ത് വരാത്തതിൻ്റെ കാര്യം നമ്മൾ അവരെ കണ്ടാൽ അവിടെ കുറ്റേ പറയുള്ളൂ, അവിടെ ബലഹീനതയെ പറയുള്ളൂ. അപ്പോൾ പിന്നെ അടുക്കാൻ തോന്നുമോ? ഇല്ല, തോന്നുകയില്ല. അതുകൊണ്ട് കർത്താവ് ആരെയും നമ്മുടെ അടുത്തേക്ക് വിടാറില്ല. അപ്പോൾ ഈ ആരുടെയും നല്ല വശം കാണാനായിട്ട് പഠിക്കണം. ബലഹീന വശം ഇല്ലാത്തവരാരും ഇല്ല, എല്ലാവരും ബലഹീനരാണ്, എല്ലാവരും കുറവുള്ളവരാണ്. അപ്പോൾ കുറവുള്ള വശം ആരോടേ പറയാവൂ? കർത്താവിനോടേ പറയാവൂ. എന്നാൽ നല്ല വശം നേരിട്ട് പറയാം, അഭിനന്ദിക്കണം, പ്രശംസിക്കണം. എന്നാ പറഞ്ഞു എല്ലാവരെയും ശ്രേഷ്ഠരായിട്ട് എണ്ണണം. അതെവിടെയാ? ഫിലിപ്പിയർ 2 എത്രാം വാക്യത്തിലാണ്? ഫിലിപ്പിയർ 2 മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണണം എന്നുള്ള പാഠം കർത്താവ് നഥാനിയേലിനോട് ഇടപെടൽ കണ്ടു. നഥാനിയേൽ പറഞ്ഞ കാര്യം കർത്താവ് കേട്ടില്ലേ?
കർത്താവ് അത്ര ദൂരെയാണല്ലോ ഇത് കേട്ടിട്ടുണ്ട്. ഏതാ? നസ്രയത്തിൽ നിന്നല്ല നന്മയും ഒരു. അപ്പൊ അങ്ങനെ പറഞ്ഞ് സംശയമുള്ള ഒരാളാണെന്ന് അത് കർത്താവ് മനസ്സിൽ വെച്ചുകൊണ്ട് കണ്ടപ്പോഴേ അത് കൊട്ടി ഒഴിച്ചോ? ഇല്ല. അപ്പൊ ആ എവിടെയാ? മൂന്നാം വാക്യം ഫിലിപ്പിയർ 2:3 എന്നാ പറയുന്നത്? ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തരെയും അങ്ങനെ എണ്ണണമെന്ന് കർത്താവാണ് മാതൃക കാണിച്ചിരിക്കുന്നത്. അപ്പൊ തന്നെ സംശയിച്ചിരുന്ന, തന്നെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്ന നഥാനിയലിനെ കണ്ടപ്പോൾ കർത്താവിന്റെ നഥാനിയലിന്റെ ശ്രേഷ്ഠമായ വശങ്ങൾ പ്രകീർത്തിക്കുകയായിരുന്നു. എന്തായിരുന്നു നഥാനിയലിന്റെ നല്ല വശങ്ങൾ? നീ സാക്ഷാൽ ഇസ്രായേലിലാണ്, ഇവന്റെ കപടമില്ല. കപടമില്ലാത്തവര് അവർക്കും തെറ്റിദ്ധാരണ സംശയമൊക്കെ വരാം. ശുദ്ധൻ ദുഷ്ടന്റെ ഗുണം ചെയ്യുന്നൊരു പഴഞ്ചൊല്ലില്ലേ? ശുദ്ധഗതിക്കാര് ദുഷ്ടന്റെ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ വിദ്യാബോധങ്ങളും സംശയങ്ങളും തെറ്റിദ്ധാരണകളും വെച്ചുകൊണ്ടൊന്നും സംസാരിക്കരുത്. അവിടെ അവരെ സാക്ഷാൽ ഇസ്രായേലിലാണ് ഇവരിൽ കപടമില്ല എന്ന് പറഞ്ഞ ആ ഹൃദയത്തിന്റെ ഉള്ളറയിൽ കാപട്യമില്ലാത്ത പരമാർത്ഥതയോടെ സത്യം അന്വേഷിക്കുന്ന ഒരു സത്യാന്വേഷിയായിരുന്നു ഈ നഥാനിയൽ. പക്ഷേ സത്യാന്വേഷികൾക്ക് എല്ലാ സത്യങ്ങളും ഉടനെ കിട്ടണമെന്നുണ്ടോ? അന്വേഷണം തോന്നുകൊണ്ടേയിരിക്കും. കിട്ടാത്ത കാര്യങ്ങൾ കാണും. അത് കിട്ടിയ കാര്യത്തിൽ അഭിനന്ദിക്കുകയും കിട്ടാത്തതിൽ അവരെ പഴിക്കാതിരിക്കുകയും ചെയ്യണം. നഥാനിയൽ അവനോട്, എന്നെ എവിടെ വെച്ച് നീ അറിയും? വലിയ പരിചയമുള്ള പോലെയാണ് അവതാരം. നീ സാക്ഷാൽ ഇസ്രായേലിനാണ്, കപടമില്ലാത്തവനാ. അതങ്ങ് ഇഷ്ടപ്പെട്ടു നഥാനിയൽ. അത് നമ്മളെ അംഗീകരിച്ച് നമ്മുടെ ഉള്ള കാര്യം പറയുമ്പോൾ നമുക്ക് സ്നേഹം തോന്നുവാണല്ലോ, ഇല്ലേ? അപ്പോൾ മറ്റുള്ളവരെ നേടുന്നെങ്കിൽ എന്നാ വേണം? അവരുടെ ഉള്ള വശവും നല്ല വശവും ഒക്കെ കണ്ടുപിടിച്ചത് അത് വേണം പറയാൻ. അല്ല മറ്റേതല്ല പറയാൻ. മറ്റേത് അവരാ പറയേണ്ടത്, നമ്മളല്ല. അവർ ദൈവത്തോട് പറയട്ടെ. നമ്മൾ പറയുന്നത് നമുക്ക് അത് നമ്മൾ വേറെ ഒന്നും പറയാനില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി. അപ്പൊ നഥാനിയേൽ, നീ എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചപ്പോൾ, ഫിലിപ്പോസ് എന്നെ വിളിക്കുന്നതിന് മുമ്പേ നീ അത്തിയുടെ കീഴിരിക്കുമ്പോൾ തന്നെ നിന്നെ ഞാൻ കണ്ടു തോന്നും. അപ്പൊ നമ്മൾ രഹസ്യമായിട്ട് എവിടെയെങ്കിലും പറഞ്ഞാൽ അതും ദൈവം കാണും. ഒരു രഹസ്യപ്രാർത്ഥന മുറി ഉണ്ടോ നമുക്ക്? രഹസ്യപ്രാർത്ഥന മുറിയിൽ അത്തിയുടെ ചുവട്ടിലിരിക്കുന്ന പോലെ മാറിയിരുന്നാൽ ആര് കാണും? കർത്താവ് കാണും. അങ്ങനെ നമ്മളെ കാണുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് വിചാരിച്ച് നമുക്ക് കിട്ടുന്ന സമയം മുഴുവൻ പ്രാർത്ഥിച്ചോ. അപ്പൊ അതെല്ലാം കർത്താവ് കുറിച്ചിടുമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ നഥാനിയേലിന്റെ സംശയം മാറിയോ? മാറി. നഥാനിയേലിന്റെ സംശയം മുഴുവൻ മാറി. അയ്യോ, ഇവൻ എന്നെ കാണുന്നവനാ, എന്നെ അറിയുന്നവനാ, ഞാൻ ഇവനെ എത്ര ഇതിനു മുമ്പേ കാണേണ്ടതായിരുന്നല്ലോ, എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ള കുറ്റവാദത്തോടെ നഥാനിയേൽ കർത്താവിനെ അനുഗമിക്കുക. എന്നെ എവിടെ വെച്ച് നീ അറിയും എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പേ അത്തിയുടെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു. നഥാനിയേൽ അവനോട്, റബീ, നീ ദൈവപുത്രനാകും. ഉടനെ ഗുരുവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു. റബീ എന്ന് വിളിച്ചു. നീ ദൈവപുത്രനാകുന്നു, നീ ഇസ്രായേലിന്റെ രാജാവ് തന്നെ എന്നുത്തരം പറഞ്ഞു. അങ്ങനെ ഒരു ഉറപ്പ് നമുക്ക് ഇന്ന് നഥാനിയേലിനോടൊപ്പം കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഇന്നത്തെ സമയം തീരാറായതുകൊണ്ട് ഈ നഥാനിയേലിന്റെ ആ നല്ല സത്യ അന്വേഷണ പാഠവും നമുക്കുണ്ടാകുവാൻ, സത്യാന്വേഷണത്തിൽ കിട്ടാത്ത കാര്യങ്ങൾ കർത്താവിൻ്റെ അടുത്തുപോയി കൂടെ ഇരുന്ന് സംശയങ്ങൾ ദൂരീകരിച്ച് കർത്താവിനെ രാജാവായും രക്ഷകനായും മണവാളനായും കർത്താവായും ഭർത്താവായും നമ്മുടെ പ്രാണക്കുട്ടികൾ അംഗീകരിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന സന്തോഷമുണ്ട്, ഒരു ആനന്ദമുണ്ട്. അത് നമ്മുടേതാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, നിന്റെ സഹായം നൽകുക എൻ്റെ മഹാപുരോഹിത, നിന്റെ സഹായം നൽകുക എൻ്റെ മഹാപുരോഹിത, ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റം നിറഞ്ഞു ശോഭിപ്പ, യേശുവെ പോലെ